ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഇവിടെ വന്നിട്ടുള്ളത്. ഇത് മുഴുവനും BYD കിട്ടിയിട്ടുള്ള പേറ്റൻ്റ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ആർക്കിടെക്ചറാണ് ഇപ്പം ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഇവരുടെ ഓഫ് റോഡ് വെഹിക്കിളാട്ടോ. ഇനി ഇവിടെ ഒരു കോൺസെപ്റ്റ് കാറുണ്ട്. ഇത് ഡ്രാഗൺ ഫേസ്ഡ് വാഹനമാണ്. BYD പ്ലാന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ള ഡെമോൺസ്ട്രേഷൻ ആട്ടോ. അപ്പോൾ നമ്മളെയും കാത്ത് നമ്മളെ ഡ്രൈവറും വണ്ടി ഇവിടെ ഉണ്ട്. ഡെൻസ D9 എന്ന് പറയുന്ന വണ്ടിയാണ്. ഇതിലാണ് ഇന്ന് നമ്മൾ BYD പ്ലാന്റിലേക്ക് പോകുന്നത്. ഹായ്. Yeah. Wow. What a beautiful. Oh, tissue box holder. അടിപൊളി. വെള്ളം കുപ്പിയുണ്ട്. എന്താ ലെഗ്റൂം അല്ലേ. കോക്പിറ്റ് നോക്കിയാ സൂപ്പർ. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം അല്ലേ. ഏകദേശം 48 മിനിറ്റാണ് പ്ലാന്റിലേക്ക് കാണിക്കുന്നത്. പുറത്ത് നല്ല മഴയാണ്, നല്ല ടെമ്പറേച്ചറാണ്. സോ ഞാൻ വിചാരിച്ചു സീറ്റൊക്കെ ഒന്ന് ഇതാക്കി ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതിനു മുമ്പ് മലയാളത്തിൽ നിന്ന് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പല ആൾക്കാരും സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സീനിയേഴ്സായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഇതിനു മുമ്പ് അവസരം കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്കിത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഞാനിത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം വേറൊരു രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ എനിക്കിതിന് ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ വേറൊരു രാജ്യത്ത് ഔദ്യോഗികമായിട്ട് ഇങ്ങനൊരു അവസരം കിട്ടുക എന്നുള്ളത്, അതാണ് എന്നെ അത്രയും എക്സൈറ്റഡ് ആക്കുന്നത്. നിങ്ങളപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്താണെന്നില്ലേ. പറയാം. അങ്ങനെ നമുക്ക് എത്തേണ്ട സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് തിരിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ. നോക്കൂ, BYD ഹെഡ് ക്വാർട്ടേഴ്സ്. അതായത് ലോകത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇലക്ട്രിക് മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള BYDൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരു പ്ലാന്റ്, അങ്ങനെ മൊത്തം ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലം. വെയിറ്റൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ. ഫുൾ ഓഫ് BYD കാർസ്. Welcome to BYD. Thank you. Ricky, nice to meet you. I'm Adam. Welcome. Thank you so much. Hi. Yeah, nice to meet you. Thank you. ഞാനിപ്പോൾ ഉള്ളത് BYDൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. നോക്കൂ. യെസ്, പ്രൗഡ് മൊമെൻറ്റ്. താങ്ക് യു സോ മച്ച്. ഇത് ഇവരുടെ ഹോൾ കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഇവിടെ വന്നിട്ടുള്ളത്. U9 ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ജമ്പിങ് കാർ. വാവ്, ഹെഡ് ക്വാർട്ടേഴ്സ്. ഇത് മുഴുവനും BYD കിട്ടിയിട്ടുള്ള പേറ്റൻ്റ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. ക്ലോസ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പേറ്റൻറ്റ് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വാവ്. വേറൊരു കാര്യമില്ലേ, നമ്മുടെ നാട്ടിൽ വരുന്ന BYD എപ്പോഴും നമ്മൾ സീൽ, ഓഷ്യൻ തീം എന്നൊക്കെ പറയാറില്ലേ. 2 ടൈപ്പ് ഓഫ് തീമിലുണ്ട്. ഒന്ന് ഓഷ്യൻ തീമും അതുപോലെ തന്നെ ഡൈനസ്റ്റി തീമും. തമ്മിലുള്ള വ്യത്യാസം, ഡൈനസ്റ്റി തീമാവുന്ന സമയത്ത് ഡ്രാഗൺ ഫേസ് ഡിസൈൻ, ഇൻ്റലിജൻറ്റ് ടെക്നോളജി പ്രൊവൈഡ് മീൻസ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതിലേക്ക് വരുന്ന സമയത്ത് ഓഷ്യൻ ഓസ്തെറ്റിക്കാണ് വരുന്നത്. അങ്ങനെ 2 ടൈപ്പ് ഉണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം പുതിയ അറിവായിരുന്നു കേട്ടോ.
നമ്മളിപ്പോൾ ഉള്ളത് BYD-യിലാണ്. ഇവിടെ ഒരു ബോർഡ് കണ്ടില്ല. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എഞ്ചിനീയറിംഗ് ലെഗസിയാണ്. ഇവിടുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോയിട്ട് പിന്നീട് വലിയ വലിയ കാര്യങ്ങൾ ഇൻവെൻറ്റ് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനത്തെ ഒരു വോളും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ പേറ്റൻറ്റ് വോളുമാണ്. ചൈനയിൽ മാത്രമല്ല ഇൻ്റർനാഷണലി ഉള്ള പേറ്റൻറ്റുകളും ഇതിൽ ഉൾപ്പെടും. അടിപൊളി. ഇത് യാങ്ങോങ് U9 ടെക്നോളജിയാണ്. അതിനകത്തുള്ള സെൻട്രൽ കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഡിസിഷൻ മേക്കർ ഇതാണ് ആക്ച്വലി. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലോട്ട് ചെയ്യും വാട്ടറിനകത്ത്. 30 മിനിറ്റ്സ് നമുക്ക് വെള്ളത്തിൽ ബോട്ടായിട്ട് യൂസ് ചെയ്യാം, ഡ്രൈവ് ചെയ്യാം, ആക്സലേഷനൊക്കെ കൊടുത്തിട്ട്. പക്ഷേ പതുക്കെ പോവുള്ളൂ അത്. പിന്നെ അതുപോലെ തന്നെ ഒരു ടങ് ടേൺ എന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട്. 360 ഡിഗ്രി കറങ്ങും. അത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അത് 4 ഇൻഡിപെൻഡൻറ്റ് മോട്ടോഴ്സ് ഉള്ളതുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ആർക്കിടെക്ചറാണ് ഇപ്പം ഈ കാണിച്ചിരിക്കുന്നത്. ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക് ഫ്ലോ. ഇത് ഇവരുടെ DMO സൂപ്പർ ഹൈബ്രിഡ് ഓഫ് റോഡ് പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കലി മൗണ്ടഡ് പവർ ട്രെയിൻ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് വേൾഡിലെ ഫസ്റ്റ് ടെക്നോളജിയാണ് വെർട്ടിക്കലി പവർ ട്രെയിൻ മൗണ്ട് ചെയ്യുന്നത്. അതുപോലെ ബാറ്ററി ഇവിടെ ബോഡി ഓൺ ഫ്രെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓഫ് റോഡ് പേർപ്പസിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് ട്രെയിനും കയറി പോകുന്നു ഒന്നും ഒരു പ്രശ്നമില്ല. റിവേഴ്സ് കയറി പോകുന്നൊക്കെ നോക്കിയാൽ U8 ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്, അതായത് വേറൊരു മോഡൽ കൂടിയുണ്ട്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഡ്രോൺ കണക്ട് ചെയ്തുകൊണ്ടാണ്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിവിടെ എല്ലാവർക്കും വാങ്ങാമെന്ന് കേട്ടോ ഇവർ പറയുന്നത്. പിന്നെ മിലിറ്ററി പേർപ്പസ് അങ്ങനെയൊന്നുമില്ല. കാണിക്കാം ഡ്രോൺ എവിടെയാണ് നോക്കും. നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യെസ്, മുകളിൽ റൂഫിൽ ആടാ, അടിപൊളി. ഇത് ഇവരുടെ ഓഫ് റോഡ് വെഹിക്കിളാട്ടോ. ഈ ലോഗോ ഈ മൗണ്ടൻ വാട്ടർ അങ്ങനത്തെ ഒക്കെ ഒരു തീമിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ശരിക്കും എനിക്ക് ഇവിടേക്ക് ഒരു ബ്രോങ്കോ ടച്ചൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതൊരു ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമാണ്. ഒറ്റ ചാർജിൽ, അതായത് ബാറ്ററിയും പെട്രോളും കൂടി ഫുൾ ചാർജ് ആവുകയാണെങ്കിൽ 1200 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാം. കോക്പിറ്റൊക്കെ വേറെ ലെവലാണ്. ബട്ടൺസൊക്കെ നോക്കിയാൽ അവിടെ 2 സ്ക്രീൻ യൂണിറ്റ് കാണാം, ഇവിടെയും സ്ക്രീൻ യൂണിറ്റ് കാണാം. സൺറൂഫ് എല്ലാം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റാണ്, ലെതറാണ്, ഫുള്ളി പ്രീമിയമാണ്. ഈവൺ ഇതൊരു ഓഫ് റോഡറാണെന്നൊക്കെ പറയുമ്പോഴും ഫുൾ പ്രീമിയം ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളി. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും ഉണ്ട്. ഈ ലൈറ്റൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. യെസ്, അടിപൊളി. ഇതൊക്കെ ഹൈഡ്രോളിക് സ്ട്രെട്ടൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വീലൊക്കെ നോക്കിയാൽ കൊള്ളാമല്ലേ. ഈ ശരിക്കും ഒരു യാങ്ങോങ് U8 കുട്ടിയാണെന്ന് തോന്നും. എന്നാൽ എനിക്ക് അവിടെയൊക്കെ ഒരു ബ്രോങ്കോ ടച്ചും ഫീൽ ചെയ്തു. ഇനി ഇവിടെ ഒരു കോൺസെപ്റ്റ് കാറുണ്ട്. ഡ്രാഗൺ ഫേസ്ഡ് വാഹനമാണ്. ഇതിന് പേരെന്തോ പറഞ്ഞൊരു ചീച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി. ഡ്രാഗൺ ഫേസ്ഡാണ്. എല്ലാം വേണ്ടിയിട്ടൊക്കെ ഇതൊക്കെ ഒരു കോൺസെപ്റ്റ് എന്നാണ് അറിയില്ല. അതാണ് അതുപോലെ ഹുഡിലെ ഈ ഒരു ഇതൊക്കെ ഡിസൈനൊക്കെ നോക്കിയാൽ രസമുണ്ട് കേട്ടോ കാണാൻ. അതുപോലെ റൂഫ്, അങ്ങനെ ഇത് മൊത്തത്തിൽ ഈ ഒരു സ്റ്റൈൽ നല്ല ഭംഗിയില്ലേ, അടിപൊളി. ജസ്റ്റ് അത് കാണിക്കും. ഇത് ഓപ്പൺ ആക്കാറൊന്നും പറ്റില്ല കേട്ടോ. ഇനി ബാക്കിലേക്ക് വരാം. വാ, അടിപൊളി. ഒരു വെറൈറ്റി. BYD പ്ലാന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നല്ല ഡെമോൺസ്ട്രേഷൻ ആട്ടോ. അതുകൊണ്ട് ഫിറ്റ് ചെയ്ത് നോക്കിയാൽ സൈഡ് പാനൽ ഇത് ഫിറ്റ് ചെയ്ത് ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് ഇവരും അത് വെൽഡ് ചെയ്യുന്നു. ഇവിടെ ഇതെല്ലാം ടൈറ്റ് ചെയ്യുന്നു. പിന്നെ ഇവിടെ അടുത്ത എലമെൻറ്റ് സെറ്റ് ചെയ്യുന്നു. ഇവിടെയൊക്കെ ഉണ്ടോ സാധനങ്ങൾ ഇവിടുന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നൈസ്. അവിടെ നിന്ന് ലോഡ് വരുന്ന നോക്കിയാൽ ഇവിടെ സംഭവത്തിലുണ്ടോ വണ്ടിയൊക്കെ ഫുൾ സെറ്റായിട്ട് വരുന്നത്. വീലൊക്കെ വന്നിട്ടുണ്ടോ നോക്കിയാൽ അടിപൊളി. എന്നിട്ട് ഫൈനൽ സ്റ്റേജ് എത്തുമ്പോൾ വണ്ടി. U8 അസംബ്ലി ലൈൻ ഫുള്ള് ഒരു ഡെമോൺസ്ട്രേഷൻ. ഈവൻ പെയിൻറ്റിങ് ഒക്കെ ഓരോ ബൂത്തും വെഹിക്കിൾ വെയർഹൗസ്
അവിടെ പെയിൻറ്റിങ് ബൂത്ത് ഒക്കെ നടക്കുന്നുണ്ട്. ഇനി ഒരു ബാറ്ററി ടെസ്റ്റിംഗ് ആണ്. ഇവരുടെ BYDയുടെ ബ്ലേഡ് ബാറ്ററിയും മറ്റൊരു ബാറ്ററിയും തമ്മിൽ ഒരു നെയിൽ പെനസ്ട്രേഷൻ ടെസ്റ്റ്. NCM ബാറ്ററിയാണ് അവിടെ ഉള്ളത്. NCM ബാറ്ററീനെ ഒന്ന് ഡ്രിൽ ചെയ്ത് നോക്കുന്നുണ്ട്. സാധനം പൊട്ടിപ്പോയിട്ടാ, തീ പിടിച്ചു പോയി. എൻ്റെ മോനെ വളരെ പെട്ടെന്ന് ഫയർ ഉണ്ടായി. ഇനി ഇവിടെ BYDൻ്റെ ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല. ഓ, ഇത്രയും സേഫാണെന്ന് അവർ പറയുന്നത് കേട്ടോ. മറ്റേ രമണ ഇപ്പോഴും കത്തിയോണ്ട് നിൽക്കുന്നു. ഇത് BYDയുടെ പഴയ ബാറ്ററി പാക്കാണ്. ഇത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഗ്യാപ്സ് ഒക്കെ കാണാം അല്ലേ. അതായത് സ്പേസ് യൂട്ടിലൈസേഷൻ അത്ര പെർഫെക്റ്റ് അല്ല എന്ന് ഇവരെന്നെ മനസ്സിലാക്കിയത് പ്രകാരം. ഇതിപ്പോൾ ആട്ടോ 3ൻ്റെ ബാറ്ററിയാണ്, NCM ബാറ്ററി പാക്ക്. അത് ഏറ്റവും ലേറ്റസ്റ്റിലേക്ക് കൊണ്ടുവന്നപ്പം, അതായത് ബ്ലേഡ് ബാറ്ററി ആക്കിയ സമയത്ത് നിങ്ങൾ നോക്കൂ, കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്ലേഡ് ബാറ്ററി ആയതുകൊണ്ട് ഇത് ഇങ്ങനെ സെൽ ബൈ സെല്ലായിട്ട് ഇങ്ങനെ വെക്കാവുന്നതുകൊണ്ട് തന്നെ ഗ്യാപ്സ് അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിപ്പം ആറ്റോ 3യുടെ ഏറ്റവും പുതിയ ബാറ്ററി പാക്ക്, അതായത് ബ്ലേഡ് ബാറ്ററി പാക്കാണ്. ബ്ലേഡ് ബാറ്ററി പാക്ക് ആകുമ്പോൾ അതിൻ്റെ സേഫ്റ്റി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചല്ലോ. രണ്ട് പഴയ ബാറ്ററിയും പുതിയ ബാറ്ററിയും തമ്മിലുള്ള ഡിഫറൻസും കൂടിയാണ് ഈ കാണിച്ചത്. പിന്നെ അതിലൊരു കാര്യം കൂടി പറയാം, നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള എല്ലാ BYD കാറിനകത്തും ബ്ലേഡ് ബാറ്ററി തന്നെയാണ് ഉള്ളത്. ഇതുണ്ടായിട്ടില്ല. ഇത് ഈ ചൈനീസ് മാർക്കറ്റിൽ ചില കാര്യങ്ങൾ, അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ആദ്യ കാലത്തുണ്ടായിരുന്ന കാറുകളിൽ മാത്രമാണ് ഈ ബാറ്ററി ഉപയോഗിച്ചിരുന്നത്. അത് ഇവർ വളരെ പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. അതായത് ആദ്യം വാങ്ങിയവർക്ക് ഈ ബാറ്ററിയാണ്, പിന്നെ വാങ്ങിയവർക്ക് ഈ ബാറ്ററിയാണെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. നമ്മുടെ നാട്ടിൽ എല്ലാത്തിനകത്തും, നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല ഇവർ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഇതിനകത്തും ഈ ബാറ്ററി തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് കൂടുതൽ സേഫ്. BYDൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്ന സമയത്ത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, NVIDIA ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് ഇവർ ഇവിടുന്ന് ഗ്രാഫിക്സ് കാർഡുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ കമ്പനിയാണോ ഇനി ഇത് എങ്ങനെയാണോ എന്നറിയില്ല, ഗ്രാഫിക്സ് കാർഡുകൾ പോകുന്നത് ടെസ്ലയിലേക്കാണ്. അതായത് ടെസ്ല ഇരുന്ന് BYDനെ കളിയാക്കുമ്പോഴും അവരുടെ ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളും ഒക്കെ BYDയുടേതാണ് എന്ന് ചുരുക്കം. എന്താ ചെയ്യുക, എലൺ മസ്ക് ഇരുന്ന് തള്ളുന്ന് വെറുതെ. ഇനി ഇതാണ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് എന്നുള്ള വാക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടായിരിക്കും കൊറോണ സമയത്തായിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങളെ ഇത് ബാധിച്ചു, സെമി കണ്ടക്ടർ ഇല്ലാത്തതിൻ്റെ ഒരു ഇഷ്യൂ. പക്ഷേ BYDക്ക് അത് ബാധിച്ചില്ല, കാരണം ഇവർ ഓൺ സെമി കണ്ടക്ടർ മാനുഫാക്ചേഴ്സ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. കോവിഡ് സമയത്ത് ലോകത്ത് മുമ്പാടും സെമി കണ്ടക്ടർ ഷോർട്ടേജ് വന്നു, സ്റ്റോറേജ് ഇഷ്യൂസ് വന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. സോ സെമി കണ്ടക്ടർ കാണാത്ത ആളുകൾക്ക് നമ്മളൊരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് സെമി കണ്ടക്ടർ. അങ്ങനെ എളുപ്പം കാണാനൊന്നും പറ്റില്ല കേട്ടോ പുറത്തുനിന്ന്. ഇതാണ് കേട്ടോ പാസഞ്ചർ എയർ ബാഗ്. ഇതെങ്ങനെയാണ് ഉണ്ടാവുക, ഇത് പൊട്ടിയിട്ടാണ് ഇത് വിടർന്ന് വരിക. കാണാത്ത ആളുകൾക്ക് അതിനുള്ളൊരു അവസരം കൂടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. പാസഞ്ചർ എയർ ബാഗ്. ഇനി കുറച്ച് പവർ ട്രെയിൻസ് പരിചയപ്പെടാം. ഓൾ ഇൻ വൺ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 150 കിലോവാട്ട്, 110 കിലോവാട്ട്, 4-in-1 ഹൈ വോൾട്ടേജ് യൂണിറ്റ്. ഈ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്ന് കേട്ടിട്ടില്ലേ?
ഇതാണ് സംഭവം കേട്ടോ. അതെ, വലിയ ഒരു മെർച്ചൻഡൈസ് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. നാട്ടിലത്തെ ഒരു 5000 രൂപ അതിന് വില വരും. ഇനി ഇതിലും വില കൂടിയുണ്ട്, 1500, അതായത് നാട്ടിലത്തെ ഒരു 18,000-20,000 രൂപ വരും. യാങ്വാങ് യൂണേൻ. മെറ്റില്ലോ, കോസ്റ്റ്യൂംസ്, അങ്ങനെ പലതുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടൊരു സാധനമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സൈൻ ചെയ്ത ഒരു ഷർട്ട്, അതായത് ടീ ഷർട്ട്. ഇത് സെയിലിനൊന്നല്ല, ഇതിലൂടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിനോടനുബന്ധിച്ചൊരു കോഫി ഷോപ്പ് പരിപാടിയൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോകട്ടോ. ഈ ബ്രാൻഡിൻ്റെ പേര് ഫങ്ഷൻ പോ എന്നാണ്. ഫങ്ഷൻബോ. അതാണ്. ഇനി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് സ്കൈ ഷട്ടിലാണ്. അതായത് BYDയുടെ മറ്റൊരു സെഗ്മെൻറ്റാണ് സ്കൈ ഷട്ടിൽ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ട്രയലിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാട്ടോ സംഭവം, BYD സ്കൈ ഷട്ടിൽ. BYD തന്നെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ചൈനയിൽ ട്രയൽ റൺ അല്ല, റിയൽ റൺ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. BYDയുടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് സ്കൈ ഷട്ടിലിൻ്റെ റിയൽ രൂപം. ഡ്രൈവർലെസ് ആണ്, ഫുള്ളി ഇലക്ട്രിക്കലി വർക്ക് ചെയ്ത സെറ്റപ്പാണ്. ഇത് BYD നോർത്ത് സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ മെയിൻ്റനൻസ് ആൻഡ് ചാർജിങ് ഒക്കെ നടക്കുന്ന ഏരിയ കൂടി ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അതിന് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങോട്ട് പോയിട്ടാണ്, അവിടേക്ക് കൊണ്ടുപോയിട്ട്. ഇതിലാണ് നമ്മൾ പോകുന്നത്. ഇത് ഫുള്ളി റെഡ്. Build your dream. We can go to this one. You can see the front. അതാണ് ഇതിൻ്റെ എൻഡ്. എവിടെയും ഡ്രൈവർ You ഇല്ല. can see here is the escape door. When something emergency happens, people can go from this place to the nearby station. Oh. Go to this place. Okay. And this total line is 8.5 liters. It has 11 stations. ആ കാണുന്ന ഏരിയ ഇല്ലേ, ഇത് ഫുള്ളി ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസ് ആട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു സോളാറിനകത്ത് അത് വർക്ക് ചെയ്യുന്നതാണ്. അവിടെ ഒക്കെ ഉണ്ട്. അടിപൊളി. അപ്പോൾ നമ്മളൊരു മെട്രോ എക്സ്പീരിയൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ശരിക്കും ഇലക്ട്രിക് മെട്രോ ആണ്. സാധാരണ മെട്രോയിൽ നിന്ന് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളി യൂസിങ് ഇലക്ട്രിക് പവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. ആളുകൾക്ക് പൈസ കുറവുണ്ടോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല, പക്ഷേ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ് എളുപ്പമാണ്. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്ന കാറ് പോലെയൊക്കെ തന്നെ ആ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. പിന്നെ റബ്ബർ ടയേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോയ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കുറവായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, Okay. ബൈ ബൈ. See you. Hope you have a good time in Yeah. BYD studio. Yeah. താങ്ക് യു. അങ്ങനെ എൻ്റെ BYD ഹെഡ് ക്വാർട്ടേഴ്സ് വിസിറ്റ് അവസാനിച്ചിരിക്കുകയാണ്. ബൈ ബൈ ടു BYD. ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം BYD എന്ന് പറയുന്ന ബ്രാൻഡ് അത് എത്രമാത്രം ഡെപ്ത് ഉള്ളതാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഹോൾ ഡേ വിസിറ്റ് സഹായിച്ചു. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റി. അതിൻ്റെ വീഡിയോ ഒന്ന് വരുന്നുണ്ട്. ഞാൻ ഇവിടെ മാത്രമേ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ഇതൊന്ന് വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിക്കാൻ മോശം ആയതുകൊണ്ട് ഡ്രൈവിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം അവരിവിടുത്തെ എംപ്ലോയീസ് എന്നതിനേക്കാൾ ഉപരി ബ്രാൻഡിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പോയിട്ടൊരു വീഡിയോ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മോശം തോന്നി. അതുകൊണ്ടാണ്. ബട്ട് ഐ എം സോറി, എന്നെ കാണുന്നവർക്ക് അതും കൂടി കാണണമെന്നുണ്ടായിരിക്കുമെന്ന് തോന്നുന്നു.
എന്തായാലും അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. സ്കൈ ഷട്ടിൽ എക്സ്പീരിയൻസ്, ഡ്രൈവ്, അവരെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ അവരെത്രമാത്രം വലിയൊരു ബ്രാൻഡാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു അത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ആ പേര് പറയാൻ ബുദ്ധിമുട്ടുള്ള ബ്രാൻഡിനകത്താണ്. അവരുടെ തന്നെ മറ്റൊരു സബ് ബ്രാൻഡാണ്. അതിൽ ഇനി ഞാൻ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്ത് കണ്ടതിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരിക്കും ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്ത് വന്നിട്ട് ഒരു ബ്രാൻഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ സന്ദർശിക്കുന്നത് എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ്. ഇനിയും ഇതുപോലത്തെ അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ, ഇപ്രാവശ്യം സമയമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവരുടെ ഫാക്ടറിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് പ്ലാന്റ്. അത് അടുത്ത പ്രാവശ്യം പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ശിവാനി മാം, നാദിർഷ ബ്രോ, സാം, അതുപോലെ ആഡം ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാവരും, ആശിഷ്, അങ്ങനെ എല്ലാ ആൾക്കാരോടും ഒരുപാട് നന്ദി. നിങ്ങൾ തന്ന അവസരത്തിന്, അതിലുപരി എന്നെ കാണുന്ന ആൾക്കാരോടും ഒരുപാട് നന്ദി. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും വീഡിയോ കാണുന്നതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.